പത്തനംതിട്ട അയിരൂർ പഞ്ചായത്തിൽ NDA മാറ്റി നിർത്താൻ രണ്ട് മുന്നണികളും ഒന്നിച്ചു. LDFും UDFും പിന്തുണ നൽകിയതോടെ സ്വതന്ത്രാംഗം സുരേഷ് കുഴിവേലി പ്രസിഡന്റായി. CK അഭിലാലുണ്ട്. അഭിലാൽ, അവിടുത്തെ കക്ഷിനില എങ്ങനെയാണ്? ഈ സുരേഷ് കുഴിവേലി ഏത് മുന്നണിയുമായി ബന്ധപ്പെട്ടയാളാണ്? ബന്ധപ്പെട്ട സ്വതന്ത്രനാണ്. പഞ്ചായത്തിലാകെ 16 വാർഡുകളാണുള്ളത്. BJPക്ക് 4 പ്രതിനിധികളുണ്ടായിരുന്നു, LDFന് 2 പേരും, UDFന് 5 പ്രതിനിധികളും ഉണ്ടായിരുന്നു. സ്വതന്ത്രരായ 3 അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ BJPയെ അകറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതു മുന്നണിയും വലതു മുന്നണിയുടെയും പ്രവർത്തകർ ഒന്നിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സ്വതന്ത്ര അംഗമായ സുരേഷ് കുഴിവേലിയെ ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും പൊതു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ BJPക്ക് അധികാരം കിട്ടേണ്ടിയിരുന്ന സ്ഥാനത്ത് LDFന്റെയും UDFന്റെയും പ്രതിനിധിയായി ഒരു സ്വതന്ത്രൻ വരികയും അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അതേസമയം തിരുവല്ല കുറ്റൂരിൽ LDF അംഗങ്ങൾ MLA മാത്യു ടി തോമസിന്റെ ഓഫീസ് സെക്രട്ടറി അടക്കം LDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടുകൂടി BJPക്ക് അവിടെ ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. ശരി, പത്തനംതിട്ടയിലെ സാഹചര്യമാണ് CK അഭിലാൽ വിവരിച്ചത്.